എറണാകുളം ജില്ലയിൽ അപകട മേഖലയാണ് ദേശീയപാതയിലെ കുണ്ടന്നൂർ എന്ന സ്ഥലം. എന്താണ് കുണ്ടന്നൂരിന്റെ അവസ്ഥ നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് കുണ്ടന്നൂർ പാലത്തിന് താഴ്വശത്തായിട്ട്, അതായത് ഈ ഭാഗത്തേക്കാണ് കുണ്ടന്നൂർ തേവര പാലത്തിലേക്കുള്ള വഴിയും. അപകട സാധ്യതാ മേഖലയിൽ, അതായത് സംസ്ഥാനത്തിന്റെ എറണാകുളം ജില്ലയിലെ 58 അപകട സാധ്യതാ മേഖലകളാണുള്ളത്. അതിൽ 39 എണ്ണം ഹോട്ട്സ്പോട്ടും 19 എണ്ണം ബ്ലാക്ക് സ്പോട്ടുമാണ്. ഈ 39 ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ്, നിരന്തരമായി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഹോട്ട്സ്പോട്ട്. അതിൽ തന്നെ ആണ് കുണ്ടന്നൂർ പാലത്തിന്റെ ഈ ഭാഗമുള്ളത് എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാം, ഈ സിഗ്നൽ പോലും വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. കാരണം ഈ ഒരു ഭാഗത്ത്, അതായത് പാലത്തിന്റെ അടിഭാഗത്തൂടെ യു ടേൺ എടുത്ത് വാഹനങ്ങൾ വരുമ്പോഴും ഈ റൊട്ടേറ്റ് ചെയ്തും ലെഫ്റ്റും റൈറ്റും പോകുമ്പോഴും ഒക്കെ കൃത്യമായ ഒരു ഇടവേളകളില്ലാതെ, സിഗ്നലുകൾ വർക്ക് ചെയ്യാതെ, അതല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ആളില്ലാത്ത തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. നിലവിൽ നമുക്ക് കുണ്ടന്നൂർ തേവര പാലത്തിലെ നിർമ്മാണ അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടി നിലവിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, അവിടെ കുണ്ടന്നൂർ തേവര പാലത്തിലുണ്ടായിരുന്ന കുഴികളുടെ എണ്ണം 200 മേലെ കവിഞ്ഞപ്പോഴും അതിൻ്റെ ആ കുഴികൾ കാരണമുണ്ടായ അപകടങ്ങളുടെ എണ്ണം സംസ്ഥാനത്ത് മൊത്തം അപകടങ്ങളുടെ എണ്ണം കൂട്ടിയെടുത്താലും ഒരു ശരാശരിയിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായ സ്ഥലം കൂടിയാണ് കുണ്ടന്നൂർ തേവര പാലത്തിൻ്റെ ഈ റൂട്ട്. ഈ ഒരു ഭാഗമാണ് ശരിക്കും കുണ്ടന്നൂർ തേവര പാലത്തിലെയും അപകട സാധ്യതാ മേഖലകൾ. മാത്രമല്ല, ഹൈവേയിൽ നിന്നും അകത്തേക്ക് കയറുന്ന ഭാഗത്ത് കാൽനട യാത്രക്കാർക്ക് പ്രത്യേകിച്ച് റിഫ്ലക്ടറുകളോ അതല്ലെങ്കിൽ സിബ്ര ലൈനോ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളോ അങ്ങനത്തെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വെക്കാത്തതും ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അത് നിരവധി ആളുകളെ, ഈ അടുത്ത കാലത്ത് ഇവിടെ മരണം ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂർ പാലം ഹോട്ട്സ്പോട്ടിൽ തന്നെ പെടുത്തിയിരിക്കുന്നതും. ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ പലയിടത്തും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെങ്കിൽ പോലും അപകടത്തിൻ്റെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. മറ്റൊരു കാര്യം, എറണാകുളത്ത് ഇപ്പോൾ പ്രത്യേകിച്ചും ജില്ലയിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വാട്ടർ അതോറിറ്റി റോഡ് കുഴിക്കുകയും, അതായത് ഈ തദ്ദേശ സ്ഥാപനങ്ങളും വൈദ്യുതിയും KCBയും അതുപോലെ ജലവിഭവ വകുപ്പും തമ്മിൽ ഏകോപനമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ മരാമത്ത് വിഭാഗവുമായി ജലവിഭവ വകുപ്പിന് ഏകോപനമില്ലാത്ത സാഹചര്യങ്ങൾ. കാരണം റോഡ് പണി ഫിനിഷ് ചെയ്ത ശേഷമായിരിക്കും പിന്നീട് ഈ വാട്ടർ അതോറിറ്റിയുടെ കുഴലുകളും മറ്റും പൈപ്പ് ലൈനുകളും മറ്റും ഇടാൻ വേണ്ടി ഇത് കുഴിച്ചിടുകയും അതുപോലെ തന്നെ റോഡിലേക്ക് തന്നെ, അതായത് അറ്റകുറ്റപ്പണികൾ നടത്താതെ അപകടങ്ങളിൽ പെടുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴത് ഏതാണ്ട് എറണാകുളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും, കല്ലൂർ കത്രിക്കടവ് ഭാഗങ്ങളിലും സ്റ്റേഡിയം ഭാഗങ്ങളിലുമൊക്കെ വളരെ വ്യാപകമായി ഈ കുഴി കുഴിച്ചു വരികയും അതിൽ റോഡിലുള്ള മണ്ണ് ചിതറിക്കിടക്കുകയും അതിൽ 2 വീലറുകൾ യാത്രക്കാർ തട്ടി വീഴുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്തരം അപകട സാധ്യതാ മേഖലകൾ 39 എണ്ണമാണ്. അതായത് ഹോട്ട്സ്പോട്ടുകളായി 39 എണ്ണമാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 39 എണ്ണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹോട്ട്സ്പോട്ട്സ് മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ, അതായത് ഈ യാത്രാക്കുരുക്ക് പരിഹരിക്കുന്നതും ഉൾപ്പെടെ, അതായത് ഇതൊരു ഇറക്കമാണ്. ശരിക്കും ഇറക്കത്തിലേക്ക് ആണ് ഈ വാഹനങ്ങളൊക്കെ വന്നു ചേരുന്നത്. ഇതേ സാഹചര്യം തന്നെയാണ്. ഓവർ സ്പീഡുമാണ്. നമുക്കറിയാം, കുണ്ടന്നൂർ തേവര പാലത്തിന് ഡിവൈഡർ ഇല്ല, ഒരു നടുവിലൂടെ ഒരു ലൈൻ മാത്രം, ഡിവൈഡിങ് ലൈൻ മാത്രമാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പോലും ഓവർ സ്പീഡും ചില വാഹനങ്ങൾ അവിടെ വെച്ചിട്ട് യൂട്ടേൺ എടുക്കാൻ ശ്രമിക്കുക, അതായത് റോഡിന് നടുക്ക് വെച്ച് യൂട്ടേൺ എടുക്കാൻ, ഇതിനൊന്നും നിയന്ത്രണമില്ല. ഈ പാലത്തിൻ്റെ തന്നെ നിർമ്മാണ അപാകത നിരവധി കാരണങ്ങളാൽ നിരവധി സാഹചര്യങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ ഈ കാണുന്ന ഈ റോഡ് അങ്ങോട്ട് ഇറക്കമാണ്. അതേ സ്പീഡിൽ വന്നാണ് ഈ റോഡിലേക്ക് ചേരുന്നത്. അതുപോലെ തന്നെ കുണ്ടന്നൂർ പാലത്തിൽ നിന്നും ഈ പാലത്തിനടിയിലേക്ക് വരുന്ന ഭാഗം, അതായത് ക്രൗൺ പ്ലാസയുടെയും ലേ മെറിഡിയൻ്റെയും ഹോട്ടലുകളിലേക്ക് വെച്ചിരിക്കുന്ന സർവീസ് റോഡുകളും അത്തരത്തിൽ ഇറക്കത്തിലേക്ക്, അതായത് ഹൈവേയിൽ നിന്നും ഇറക്കത്തിലേക്ക് വലിയ സ്പീഡിൽ വാഹനങ്ങൾ വന്ന് കയറുകയും ഡിവൈഡറിലും മറ്റ് ക്രോസ് ബാറുകളിലും തട്ടി അപകടമുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.